കുടുംബജീവിതം സന്തോഷകരമായി തീരേണ്ട 4 വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. ഫ്രണ്ട്ഷിപ്പ്, ഫെയ്ത്ത്ഫുൾനെസ്, ഫോർഗിവ്നെസ് ആൻഡ് ഫെലോഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതൊരു 10 കൂട്ടം കാര്യമുണ്ട്. മിക്കവാറും ഏത് കുടുംബത്തിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങാറ്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം മനസ്സിലാക്കി പ്രശ്നക്കാരനെ ഒഴിവാക്കിയ പ്രശ്നം തീരും. ഇതാണ് സെക്കൻഡ് സെഷൻ. പ്രൈസ് ദി ലോർഡ്. അതിനു മുൻപ് നിങ്ങൾക്കൊരു ചെറിയ ജോലി തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവർക്കും തന്നെ ഒരു പുസ്തകം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? എവരിബഡി ഗോട്ട് ഇറ്റ്? ആർക്കെങ്കിലും കിട്ടാതുണ്ടോ? നോട്ട് ബുക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു കൊടുത്താട്ടെ. മാർട്ടിൻ, ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ബുക്കൊന്ന് കൊടുത്താൽ കൊള്ളാം. ബുക്കോ ബുക്ക്ലെറ്റോ റൈറ്റിംഗ് പാഡോ വാട്ട് എവർ ഇറ്റ് ഈസ്. കിട്ടാത്തവരുന്ന് കൈ പൊക്കാം. റൈറ്റിംഗ് പാഡ് കിട്ടാത്തവർ ആരുമില്ലല്ലോ. പേരൻ്റെ കൈ പൊക്കി അടയ്ക്കുക. ഓക്കെ, എന്നാൽ ഞാനിത് പറയാൻ കാരണം, ഞാൻ തരുന്ന ബുക്കിൽ നിന്നൊരു പേജ് കീറാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് ഈ ബുക്ക് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു പേജ് കീറാൻ വേണ്ടിയാണ് ഞാൻ ബുക്ക് എടുക്കാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് 1 തൊട്ട് 7 വരെ ഒന്ന് എഴുതുക. അത് എഴുതുമ്പോൾ 1, താഴെ 2, പിന്നെ 3, 4, 5, 6, 7, 1 തൊട്ട് 7 വരെയുള്ള അക്കങ്ങൾ എഴുതുക. ആരും പേരെഴുതണ്ട, ആണോ പെണ്ണോ ഒന്നും എഴുതണ്ട, കല്യാണം കഴിച്ചതാണോ കഴിക്കാത്തതാണോ അമ്മയാണോ ഒന്നും എഴുതണ്ട. 1 മുതൽ 7 വരെ ഇച്ചിരി അകത്തി എഴുതണേ. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവം. ആരെങ്കിലും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ 2009 നുണയന്മാർക്കുള്ള അവാർഡ് ഇന്ന് തന്നെ കൊടുത്തു വിടാം. ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായിട്ടും ഇതുവരെ സന്തോഷം, സമാധാനം, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഒരു അവാർഡ് തരാം. അത് നുണയനുള്ള അവാർഡായിരിക്കും, നുണച്ചിക്കുള്ള അവാർഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് സത്യം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ 7 കാരണങ്ങൾ പറയും. അതിനകത്ത് നിങ്ങളുടെ പ്രശ്നം ഉണ്ടായതിന് ബേസായിട്ടുള്ള കാരണം എഴുതി നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കോപ്പി അടിക്കരുത്. മിക്കവാറും ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യരുത്. ഭാര്യ ഭർത്താവ് അവരവരുടെ ഇഷ്ടത്തിനൊത്ത് ആൻസർ ചെയ്യണം. ഭാര്യ എന്താണ് ആൻസർ ചെയ്യുന്നതെന്ന് ഭർത്താവ് നോക്കരുത്. ഇവിടെ മിക്കവാറും ഭാര്യയും ഭർത്താവിനെ ഒന്നിച്ചിരുത്തിയേക്കുന്നത്. ഐ വിഷ് ഈ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടി സഹോദരിമാരിപ്പുറത്തും ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാലും അടുത്തായിരിക്കുന്നത്, അതുകൊണ്ട് ഭാര്യ എഴുതുന്നതെന്ന് ഭർത്താവ് ഓട്ടക്കണ്ണിട്ട് നോക്കരുത്. ഭർത്താവ് എന്താ എഴുതിയെന്ന് ഭാര്യ നോക്കരുത്. നിങ്ങളങ്ങ് എഴുതി വെച്ചാൽ മതി. വലിയതായിട്ട് എഴുതാനൊന്നുമില്ല. ഞാൻ ഒരു കാരണം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ ഒരു കാരണത്താൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇടുക. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 1-2 കാര്യങ്ങൾ അതിലൂടെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്നത് മാത്രം ഇപ്പം ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ കാരണം നമ്മളിപ്പോൾ കേട്ട ലെക്ചർ ബേസ് ചെയ്ത് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം സ്നേഹമില്ലായ്മയാണ്. ഇത് നിങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ബാധിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ ടിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. ഓക്കെ, ഇതെങ്കിലും സിൻസിയറായിട്ട് ചെയ്യാൻ വേണ്ടിയാട്ടോ. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് തരികയാണ്.
ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിൻ്റെ മുഴുവൻ ഉറവിടം സമ്പത്താണ്. പണത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അച്ഛൻ വളരെ സന്തോഷമാണ്, അമ്മാമ്മ വളരെ സന്തോഷമാണ്, പിള്ളേർ വലിയ സന്തോഷമാണ്. പക്ഷെ കാശിൻ്റെ കാര്യം പറഞ്ഞാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ടിക്ക്, ഇല്ലെങ്കിൽ വെട്ടം. ഓക്കെ. മൂന്നാമത്തെ പ്രശ്നം, ഈ ലോകത്തിൽ നിങ്ങളെ ഒരുപക്ഷെ ബാധിക്കത്തില്ലായിരിക്കും, പക്ഷെ ഒത്തിരി പേരെ ബാധിക്കുന്നതാണ്. ഒരു കാലത്ത് ചിലപ്പോൾ നിങ്ങളെയും ബാധിച്ചു കാണും. എന്താണെന്നറിയാമോ? മദ്യപാനം. ഐദർ ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ഓർ സിമിലർ തിങ്സ്. അതുപോലുള്ള മയക്കുമരുന്നോ മദ്യമോ ഏതെങ്കിലുമാണ് കാരണമായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇൻറ്റു ഇട്ടേക്കുക. ഓക്കെ. നാലാമത്, ചില വീട്ടിൽ എന്നും അടിയാ. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞറിയാമോ? പിള്ളേരുടെ പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അടി തുടങ്ങും. വേറെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. കൊച്ചു ചോറുണ്ടാലും പ്രശ്നം, ഉണ്ടില്ലേലും പ്രശ്നം. സ്കൂളിൽ പോയാലും പ്രശ്നം, പോയില്ലേലും പ്രശ്നം. എഴുന്നേറ്റാലും പ്രശ്നം, എഴുന്നേറ്റില്ലേലും പ്രശ്നം. ഉറങ്ങിയാലും പ്രശ്നം, ഉറങ്ങിയില്ലേലും പ്രശ്നം. പണ്ട് മലബാറിൽ ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലൊരു വഴക്കുണ്ടായി. ആ വഴക്ക് മലബാർ ഭാഷയിൽ ഞാൻ കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ പറയുക. അവിടെ ഈ കപ്പയ്ക്ക് നമ്മൾ പറയുന്നത് പോലെ കപ്പ എന്നല്ല പറയുന്നത്, മരക്കിഴങ്ങെന്ന് പറയും, കപ്പ എന്ന് പറയും, കൊള്ളിക്കിഴങ്ങെന്ന് പറയും. പക്ഷെ മലബാറിൽ പറയുന്നൊരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയാമോ? കറക്റ്റ്, പൂളക്കിഴങ്ങെന്ന് പറഞ്ഞാൽ കപ്പയ, ടപ്പിയൊക്ക. അപ്പോൾ ഈ വീട്ടുകാരൻ കുറച്ച് കപ്പ മുറ്റത്ത് നട്ടിട്ടുണ്ടായിരുന്നു. ഈ അധികം കപ്പയില്ല, ഒരു 10-30 ചോട ഉള്ളെങ്കിൽ കപ്പയ്ക്കൊരു ഗതികേടുണ്ട്. കപ്പ പറിക്കാനാവുന്നതിന് മുമ്പ് എന്നെ തിരയാനായിട്ട് ആരെങ്കിലും പിള്ളേരോ ആരെങ്കിലും അത് തിരയും. കുറേ നിന്ന് കഴിഞ്ഞ് കമ്പ് ഉണങ്ങുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ അടിയിലത്തെ വേരെല്ലാം പോയെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഈ വീട്ടുകാരൻ വന്ന് നോക്കിയപ്പം കപ്പ ഒരു 4 എണ്ണം ചോട ഉണങ്ങി നിൽക്കുക. ഉടനെ തന്നെ ഭാര്യയോട് ചോദിച്ചു, എടീ നമ്മുടെ പിള്ളേർക്ക് നീ പൂളക്കിഴങ്ങ് പൂങ്ങിയാടി എന്ന് ചോദിച്ചു. അപ്പൊ പെൺപിള്ള പറഞ്ഞു, ഇവിടെ എവിടെ പൂളക്കിഴങ്ങ്, ഞാനങ്ങ് പുഴുങ്ങിയില്ല. ഉടനെ ഭർത്താവ് പറഞ്ഞു, നമ്മുടെ പിള്ളേർക്ക് നമ്മളല്ലാതെ പിന്നെ ആരടി പൂങ്ങുന്നേ? ഉടനെ പെണ്ണുമ്പിള്ള പറഞ്ഞു, അതല്ലേ പറഞ്ഞ 2 എണ്ണം പൂങ്ങിന്ന്. മനസ്സിലായി? അപ്പൊ ഈ പിള്ളേരുടെ പേര് പറഞ്ഞ് ഇഷ്ടം പോലെ ചെയ്യുന്ന അമ്മമാരും ഉണ്ട്, അപ്പന്മാരും ഉണ്ട്. പേര് പിള്ളേർക്ക്. പിള്ളേരുടെ പേരിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ടിക്ക്, ഇല്ലെങ്കിൽ വെട്ടം, ക്രോസ്. പിള്ളേർ പ്രായമായാലും വഴക്കുണ്ടാകും കേട്ടോ. കൊച്ചു പറയും എനിക്ക് തലമുടി കയറ്റി കെട്ടണം, അപ്പം പറയും ഇറക്കി കെട്ടടി, അമ്മ പറയും അവളങ്ങനെ കെട്ടട്ടെ, ഇടിയ. പിള്ളേരുടെ പേരിൽ വഴക്ക്. അഞ്ചാമത്തേത് ഇൻലോസ്. അമ്മായിയപ്പൻ, അമ്മായിയമ്മ, നാത്തൂൻ, അളിയൻ. ഇവരൊക്കെ വ്യക്തിപരമായിട്ടോ ഒറ്റക്കെട്ടായിട്ടോ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വഴക്കുണ്ടാക്കാൻ കാരണമായി തീരുന്നു. ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ വെട്ടുക. ആറാമത്തേത് സാമ്പത്തിക വിഷയം, ആരോഗ്യപരമായ കാരണം. ആറാമത്തേത് ആരോഗ്യപരമായ കാരണം. അതായത് ചില വീട്ടിൽ ഭാര്യയും ഭർത്താവിനും വലിയ സ്നേഹമാണ്, പക്ഷേ ഭർത്താവിനോ ഭാര്യയ്ക്കോ സുഖമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥത പോകും. പിന്നെ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ
ചില ഭാര്യമാർ പറഞ്ഞു, ഇവിടെ ഞാൻ എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കാൻ വലിയ സന്തോഷമാണ്, ഞാൻ ഒരു ദിവസം ഒന്ന് സുഖമില്ലാതിരുന്നാൽ പിന്നെ ദേഷ്യമായി. ചില ഭാര്യമാർ പറയാറുണ്ട്. പിന്നെ ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ് സൗന്ദര്യം. കോങ്കണ്ണ് ആരോഗ്യത്തിൻ്റെ പ്രശ്നവുമാണ്, സൗന്ദര്യത്തിൻ്റെ പ്രശ്നവുമാണ്. വളഞ്ഞ കയ്യ്, വളഞ്ഞ കാല്, ദുർനടപ്പ്, ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, സൗന്ദര്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സാറ് പറഞ്ഞു ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡ് ആണെങ്കിൽ എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കും, അതുവരെ ബ്ലൈൻഡാണ്. കല്യാണത്തിന് മുമ്പ് കാണാത്ത എല്ലാ കുറ്റങ്ങളും എണ്ണി എണ്ണി പറയത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കും. അപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ. ഇനി അവസാനത്തെ കാരണം, 7ാമത്തെ ഫിഗർ. ഞാനിത് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നല്ലേ, ഇന്ന് ലോക സ്റ്റാറ്റിസ്റ്റിക്സിൽ 40% കുടുംബങ്ങളിൽ തകർച്ചയുടെ കാരണമായിട്ട് എഴുതി വച്ചിരിക്കുന്ന വിഷയമാണ്. അതിനകത്ത് മാന്യന്മാരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലാത്തവരുണ്ട്, ദരിദ്രന്മാരുണ്ട്, സമ്പന്നന്മാരുണ്ട്. സമ്പത്തോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിന് അപവാദമല്ല. അങ്ങനെയുള്ള ഒരു വിഷയം, 7ാമത്തെ വിഷയം, സംശയം. ഭർത്താവിന് ഭാര്യ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സംശയം. 40% കുടുംബങ്ങളെ തകർന്നു കിടക്കുന്ന വിഷയമാകട്ടെ. പൂർണ്ണമായും വിശ്വസിക്കുന്ന ഭാര്യയെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഭർത്താക്കന്മാർ 10 എണ്ണത്തിൽ 6 ഉള്ളൂ, 4 എണ്ണം പോക്കടിയ. ഭർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഭാര്യമാർ 10 എണ്ണം എടുത്താൽ 4 എണ്ണമുണ്ട്. അപ്പോൾ വിഷയം അടുത്തത് 7 വിഷയങ്ങൾ. ഇനി അത് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകാൻ പോവുകയാണ്. ഇതെല്ലാം നിങ്ങൾ ചിലതിനകത്ത് ടിക്ക് ചെയ്ത് കാണും, ചിലതിനകത്ത് ഇൻറ്റ് ചെയ്ത് കാണും. അതിനു മുമ്പ് 8 എഴുതിയിട്ട് ഞാൻ ഈ പറയാത്ത വേറെ വല്ല വിഷയവും നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതെഴുതാം. ഉദാഹരണത്തിന് ചിലർക്ക് ഭർത്താവിൻ്റെ സ്റ്റാറ്റസ്, ഭാര്യ വീട്ടുകാരുടെ സ്റ്റാറ്റസ്, ചിലർക്ക് വാടക വീട് എന്നും പറയും, നമുക്കൊരു വീടില്ല വീടില്ല വീടില്ല. അപ്പോൾ വിചാരിക്കുന്നത് വീട്ടിൽ കയറിയാൽ സ്വസ്ഥത ഉണ്ടാവുന്ന, അത് വേറെ വിഷയമാണ്. പിന്നെ കണ്ടുപിടിക്കുക, അയൽവക്കക്കാരെ കണ്ടുപിടിക്കുക, അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, കമ്പാരിസൺ. അപ്പം ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ 7 എണ്ണമാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ പല വിഷയങ്ങളുണ്ടാകാം. അപ്പം നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 8ാമത് എഴുതി. 8ാമത് ആ വിഷയം കൂടെ ഒന്ന് എഴുതണം. 8ാമത്തേത് നിങ്ങൾ വിഷയം എഴുതണം. വെറുതെ 8 എഴുതി ടിക്ക് ചെയ്താൽ എനിക്കൊരു വട്ടും കിട്ടും, ഒരു ഇതും പിടി കിട്ടുകയില്ല, ഒട്ടും കിട്ടത്തില്ല. 8ാമത് നിങ്ങൾ വിഷയം നിങ്ങൾക്ക് എഴുതാം. ഇന്ന വിഷയത്തിൽ ഇതും കൂടെ ഒരു കാരണമാണ് എന്നുണ്ടെങ്കിൽ എഴുതാം, 8ാമത്തെ വിഷയം. ഓക്കെ. ഇനി ഞാനിതിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ 8 കൂട്ടം എഴുതിയല്ലോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാരണമായി തീരുന്ന വിഷയം, അതായത് പല പ്രാവശ്യം ആവർത്തിച്ച് വീട്ടിലുണ്ടാകുന്ന വിഷയം എഴുതിയ കൂട്ടത്തിൽ ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ഒരു ടിക്ക് കൂടി ഇടാൻ ഞങ്ങൾക്ക് സമയം തരികയാണ്. അതായത് ഞാൻ വിഷയം പറയാം: സ്നേഹമില്ലായ്മ, സാമ്പത്തികം, മദ്യപാനം, പിള്ളേർ, അമ്മായിപ്പനും അമ്മായിയമ്മയും, ആരോഗ്യപരമായ വിഷയം, സംശയം. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയം ഏതാണെന്ന് ഒന്ന് അത് മാത്രം ടിക്ക് ചെയ്യുക. അതായത് ഒന്നാമത്തെ ഒന്ന് ടിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. സ്നേഹമില്ലായ്മയാണെങ്കിൽ 1, സമ്പത്താണെങ്കിൽ 2, മദ്യപാനമാണെങ്കിൽ 3, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ 4, അമ്മായിപ്പനും അമ്മായിയമ്മയാണെങ്കിൽ 5, ആരോഗ്യ വിഷയങ്ങളാണെങ്കിൽ 6, സംശയമാണെങ്കിൽ 7. ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം മനസ്സിലാക്കി ടിക്ക് ചെയ്യുക. ഓക്കെ. ഇനി ആ ടിക്ക് ചെയ്തോടത്ത് ഒരു 2 എണ്ണം കൂടി ഇടാം. ഒരു ടിക്ക് നിങ്ങൾ ആദ്യം ഇട്ടു, ഞാൻ പറഞ്ഞപ്പോൾ ഒരെണ്ണം കൂടെ ഇട്ടു. ഇനി ഒരു 2 ടിക്ക് കൂടി ഇടണം. അപ്പം 4 ടിക്ക് കാണും ആ വിഷയത്തിൽ. ഓക്കെ. ഇനി അതിനേക്കാൾ കുറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടെ നമുക്ക് കിട്ടണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആ നമ്പറിൽ നിങ്ങൾ അടുത്ത ടിക്ക് ചെയ്യണം. അതായത്
സ്നേഹമില്ലായ്മയാണ് വിഷയമെങ്കിൽ 1 എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യുക. സാമ്പത്തികമാണെങ്കിൽ 2 എന്നിടത്ത് ടിക്ക് ചെയ്യുക. മദ്യപാനമാണെങ്കിൽ 3 ടിക്ക് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ 4. തലമുറയുടെ വിഷയത്തിൽ 4. അമ്മായിപ്പൻ അമ്മായിയമ്മ 5. ആരോഗ്യ വിഷയങ്ങൾ 6. സംശയം 7. ഞാൻ ആദ്യം ടിക്ക് ചെയ്യാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആവർത്തിച്ച് ഉണ്ടാകുന്നത്. എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഡിഗ്രി കുറഞ്ഞ വിഷയം ഇതിലേതാണോ അത് ഒന്നുകൂടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പം ടിക്ക് ചെയ്തോടത്ത് നിങ്ങൾ ഒരു ടിക്ക് കൂടെ ചെയ്യും. അപ്പം അതിനകത്ത് 3 ടിക്ക് കാണും. മനസ്സിലായല്ലോ? ഏറ്റവും പ്രശ്നമുള്ള കാര്യത്തിൽ 4 ടിക്ക് കാണും. ഞാൻ ഇപ്പം പറഞ്ഞ വിഷയത്തിൽ ഏതാണോ അവിടെ 2 ടിക്ക് കാണും. ഒന്നും കൂടെ ചെയ്യുമ്പോൾ 3 ടിക്ക് ഉണ്ടാവും. ടിക്ക് മാർക്ക് 3. ഓക്കെ, ഇനി ഒരു ചാൻസ് കൂടെ, അതായത് നമ്മൾ സാമ്പിളിങ് നടത്തുമ്പോൾ സമ്മാനം കൊടുക്കുമ്പോഴും ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, പിന്നെ തേർഡ് പ്രൈസ് കൂടെ കൊടുക്കും. അപ്പോൾ ഒരു തേർഡ് റീസണും കൂടെ കണ്ടുപിടിച്ചാലേ നമ്മുടെ ഈ എക്സർസൈസ് പൂർണ്ണമാകത്തുള്ളൂ. തേർഡ് റീസൺ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന 3ാമത്തെ കാരണം. മറ്റേൻ്റെ അത്രയും പ്രശ്നമല്ല, പക്ഷെ എന്നാലും ഇതും ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആ നമ്പറിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. സ്നേഹമില്ലായ്മയാണെങ്കിൽ 1, സാമ്പത്തികമാണെങ്കിൽ 2, മദ്യപാനമാണെങ്കിൽ 3, കുഞ്ഞുങ്ങളാണെങ്കിൽ 4, അമ്മായിപ്പൻ അമ്മായിയമ്മ 5, മെഡിക്കലായിട്ടുള്ള വിഷയമാണെങ്കിൽ 6, സംശയമാണെങ്കിൽ 7. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള കടലാസിൽ ഇൻറ്റു ഇട്ട കുറേ നമ്പർ കാണും, ടിക്ക് ചെയ്ത കുറേ നമ്പർ കാണും. ടിക്ക് ചെയ്തതിൽ തന്നെ 4 ടിക്കുള്ളത് കാണും, 3 ടിക്കുള്ളത് കാണും, 2 ടിക്കുള്ളത് ഓരോന്ന് കാണും. ഇത്രയും നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളുടെ പേരെഴുതണ്ട, യാതൊരു ഐഡൻറ്റിഫിക്കേഷനും വേണ്ട. നിങ്ങൾ അത് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് കളക്ട് ചെയ്തിടാമോ? ആ പേജ് ഒന്ന് കീറി ആരെങ്കിലും ഒന്ന് കളക്ട് ചെയ്താട്ടെ. അത് മടക്കി കൊടുത്താൽ മതി. വോട്ട് ചെയ്യുന്ന പോലെ കൊടുത്താൽ എഴുതി എന്താണെന്ന് ആരും കാണണ്ട. പിന്നെ ഇന്ന് വൈകുന്നേരം ചെന്ന് ഭാര്യയോട് നീ എന്താടി എഴുതിയതെന്ന് ചോദിച്ചേക്കല്ലേ, ഭർത്താവിനോട് നിങ്ങൾ എന്താ എഴുതിയതെന്ന് ചോദിച്ചേക്കല്ലേ. ഇനി അതുകൊണ്ടൊരു വഴക്കുണ്ടാകരുത്. ഞാൻ ആദ്യം എഴുതിയിരുന്ന കാരണം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ആ ഓർഡറിൽ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞിരുന്ന കാരണം സ്നേഹമില്ലായ്മ. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിൻ്റെ കാരണം സ്നേഹമില്ലായ്മയാണെന്ന് ഏതാണ്ട് 50% ആളുകൾ എഴുതി തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പകുതിയിലധികം വീടുകളുടെ പ്രശ്നം സ്നേഹമില്ലായ്മയാണ്. ഞാനത് വിശകലനത്തിൽ ഇതിന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തേത് സമ്പത്ത്. 48% ആളുകളും എഴുതിയിരിക്കുന്നത് സമ്പത്താണ് അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. 48% ആളുകൾ. അപ്പോൾ ഇത് നല്ലൊരു വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. 3ാമത്തെ വിഷയം മദ്യപാനം. വെറും 28% അക്കാര്യം പറഞ്ഞിട്ടുള്ളൂ. എണ്ണം പറയുകയാണെങ്കിൽ ഏതാണ്ട് വളരെ കുറച്ച് പേരെ അക്കാര്യത്തിൽ കംപ്ലൈൻറ്റ് എഴുതിയിട്ടുള്ളൂ. 4ാമത്തെ വിഷയം കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെക്കുറിച്ച് വീട്ടിൽ വഴക്കടിക്കുന്ന വീടുകൾ 100 എണ്ണത്തിൽ 45ഓളം വരും. ഒന്നാലോചിച്ച് നോക്കി. ഈ പിള്ളേരുണ്ടാക്കുന്ന പൊല്ലാപ്പ്. പിള്ളേരുടെ കുഴപ്പമല്ല, കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. അടുത്തത് ഇൻലോസ്. അമ്മായിപ്പനും അമ്മായിയമ്മയും അളിയനും നാത്തൂനും എല്ലാം കാരണമായി തീർന്നിട്ട് വീട്ടിൽ സമാധാനം കെടുന്ന ആളുകളുടെ പെർസെൻറ്റേജ് പിള്ളേരുടെ ഒപ്പമാണ് 45. മനസ്സിലായോ? അപ്പം മക്കൾ മാത്രമല്ല പ്രശ്നം, മരുമക്കളും അമ്മായിയപ്പനും അമ്മായിയമ്മയും നാത്തൂനും അളിയനും ഇതെല്ലാം കൂടെ ഇത്രയും തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വീടുകളിൽ. അടുത്തത് ആരോഗ്യപരമായ വിഷയങ്ങൾ. ഒരു 30% ആളുകൾക്ക് അങ്ങനെ പ്രശ്നമുള്ളൂ. അടുത്തത്
അടുത്തത് സംശയം. 25% വീടുകളിൽ പ്രശ്നമുണ്ടാക്കുന്നത് സംശയമാണ്. അപ്പോൾ നമ്മൾ നാഷണൽ ആവറേജിൻ്റെ താഴെയാണ് ഇവിടെ ഇരിക്കുന്നവർ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ആവറേജ് 40%. എന്നാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം. പ്രൈസ് ദി ലോർഡ്. കാരണം ബാക്കി പലതിനും മരുന്നുണ്ട്, മാറിയില്ലെങ്കിൽ ഒരു പരിധി വരെ കഴിച്ചു കൂട്ടാം. പക്ഷേ ഈ സംശയം വന്നാലുണ്ടല്ലോ നരകമാണ്. ഈ അടുത്തിടെ എന്നോട് 70 വയസ്സുള്ള ഒരു പിതാവെന്ന് പറയാൻ പറ്റില്ല, വല്യപ്പൻ പറഞ്ഞിട്ട് സംഭവം കേൾക്കണം. എൻ്റെ ഭാര്യയ്ക്ക് 66 വയസ്സായി, എനിക്ക് 70 വയസ്സായി, അവൾക്ക് ഇപ്പോഴും എന്നെ സംശയമാണ്. നടന്ന കാര്യം, ഉള്ള കാര്യം അങ്ങനെ പറയുന്നത്, ഇപ്പോഴും സംശയമാണ്. ഇതുപോലെ തിരിച്ചും ഒരിക്കലും ഒരു വല്യപ്പനും വല്യമ്മ കൂടെ പറഞ്ഞു. വല്യമ്മ പറഞ്ഞതെന്നറിയാമോ? ഞാൻ 55 കൊല്ലമായി സഹിക്കുന്നു, കല്യാണം കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. 55 കൊല്ലം എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഈ വെണ്ണുമ്പിളേക്ക് 16 വയസ്സ്. 55 16 എത്രയായി? 71 വയസ്സുള്ള വല്യമ്മയെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് സംശയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അപ്പോൾ വലിയൊരു വിഷയങ്ങളൊക്കെയാണ്. ഇനി ഞാനീ പറഞ്ഞ 7 കാരണങ്ങൾ കൂടാതെ ചിലർ എഴുതി തന്നിട്ടുള്ള വിഷയങ്ങൾ. വിശ്വാസ ജീവിതം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് കൊണ്ട് ഭർത്താവ് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഇഷ്ടമില്ല. 2, വേർപാടില്ലായ്മ. ഭർത്താവിന്, ഭാര്യയ്ക്ക്, കൂട്ടാളിക്ക് ഒരു വേർപെട്ട ജീവിതം താല്പര്യമുണ്ട്, പക്ഷെ മറ്റേ ആൾക്ക് അത് ഇഷ്ടമല്ല. 3, ആത്മീയമായ വളർച്ചയില്ലായ്മ കുടുംബകലഹത്തിന് കാരണമാകുന്നു. 4, അനുസരണമില്ലായ്മ. 5, വളരെ രസകരമായൊരു കാര്യമുണ്ട്, കൂട്ടാളി നുണ പറയും. വീട്ടിൽ പ്രശ്നമാണ്. അടുത്തത്, എൻ്റെ വീട്ടുകാരോട് അടുപ്പമില്ല. എൻ്റെ പാർട്ട്ണർക്ക് എൻ്റെ വീട്ടുകാരോട് അടുപ്പമില്ല. അടുത്തത്, എൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. പിന്നെ പ്രാർത്ഥിക്കാൻ ഒന്നിലധികം പറഞ്ഞാലും കേൾക്കുകയില്ല, പല പ്രാവശ്യം പറയുമ്പോൾ ദേഷ്യപ്പെടുന്നു. പിന്നെ പരിജ്ഞാനമില്ല, അനേകരുടെ മുമ്പിൽ എന്നെ കുറ്റം പറയും. അടുത്തത്, അടുക്കും ചിട്ടയുമില്ല. പിന്നത്തേത്, ഒരു മിസ് കോൾ വന്നു, ആരാണെന്ന് ചോദിച്ചു, അതിനെ തുടർന്ന് പ്രശ്നം. നമ്മൾ ആദ്യം കേട്ടതാണ്. അടുത്തത്, വിദ്യാഭ്യാസ യോഗ്യതയിൽ ചേർച്ചയില്ലായ്മ, അഭിപ്രായ ഭിന്നത. പിന്നെ ഒരു കാരണമില്ലാത്ത വഴക്ക്. പിന്നെ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, എത്ര പറഞ്ഞാലും കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരും മനസ്സിലായിക്കൊള്ളാം. ഭാര്യ അടുത്ത വീട്ടിൽ പോയി, സ്വഭാവ രീതികൾ സമാനമായി ചിന്തിക്കുന്നില്ല, ദൈവാശ്രയമില്ല, സെക്ഷ